പ്രവചനാതീതമായ വാക്കും പ്രവൃത്തിയുമാണ് ട്രംപിന്റെ മുഖമുദ്ര. ട്രംപ് ഭരണകൂടവുമായി മികച്ച ബന്ധമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്ന് മോദിയും ആവർത്തിക്കുന്നു. എന്നാൽ അധികാരമേറ്റ ആദ്യ ദിനം വിസ അനുവദിക്കുന്നതിലടക്കം ട്രംപ് സ്വീകരിച്ച നിലപാടുകൾ ഇന്ത്യക്കാരെ ആശങ്കയിലാഴ്ത്തുന്നു. മാറിയ ലോക സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്ക ബന്ധം എങ്ങനെയാകും? പ്രതീക്ഷയാണോ ആശങ്കയാണോ ഇന്ത്യക്ക് മുന്നിലുള്ളത്? പരിശോധിക്കാം. അമേരിക്കൻ പൗരത്വം നേടിയവർ, ഗ്രീൻ കാർഡുള്ളവർ, H-1B വിസയിൽ എത്തിയവർ, ഹ്രസ്വകാല സന്ദർശകർ, കുടിയേറ്റക്കാർ എന്നിങ്ങനെ തുടങ്ങി ഏതാണ്ട് 48 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത്. പതിറ്റാണ്ടുകൾ നീണ്ട ശീതസമരത്തിന്റെ കറുത്ത കാർമേഘങ്ങൾ നീങ്ങിയ 1990കളുടെ തുടക്കത്തിലാണ് ഇന്ത്യ അമേരിക്ക ബന്ധം സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും പുതിയ നീലാകാശത്തിലേക്ക് വളർന്നു തുടങ്ങിയത്. തുടർന്ന് ഇങ്ങോട്ട് അമേരിക്കയിൽ അധികാരത്തിലേറിയ പ്രസിഡന്റുമാരെല്ലാം ഇന്ത്യയിലെത്തി. ബിൽ ക്ലിന്റൺ, ജോർജ് W. ബുഷ്, ബറാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ വരെ ഇന്ത്യയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനായി ഡൽഹിയിലെ സന്ദർശകരായി. ചൈനയെ പ്രതിരോധിക്കാൻ മേഖലയിൽ തന്ത്രപ്രധാന പങ്കാളിയായിട്ടാണ് ഇന്ത്യയെ അമേരിക്ക കണക്കാക്കുന്നത്. ട്രംപ് ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ നയതന്ത്ര ബന്ധത്തെക്കാൾ പ്രധാനമന്ത്രി മോദിയുമായുള്ള ബന്ധം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഉറ്റ സുഹൃത്ത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് മോദിയെ വിശേഷിപ്പിച്ചത്. ഹൗഡി മോദിയും നമസ്തേ ട്രംപുമെല്ലാം ഇരു നേതാക്കളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. ബെസ്റ്റികളാണെങ്കിലും ഡൊണാൾഡ് ട്രംപിന്റെ 4 വർഷം, അതായത് ആദ്യകാലത്തെ 4 വർഷം ഇന്ത്യക്ക് അത്ര ആശാവഹമായിരുന്നില്ല. ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് വിലക്കിയ ട്രംപ് അമേരിക്കയിൽ നിന്ന് വില കൂടിയ എണ്ണ വാങ്ങാൻ ഇന്ത്യയെ നിർബന്ധിക്കുകയായിരുന്നു. ചൈനയുമായി അതിർത്തിയിൽ കൊമ്പ് കോർത്തു നിന്ന സമയത്ത് പോലും റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ അയവ് വരുത്താൻ ട്രംപ് തയ്യാറായില്ല. സ്റ്റീൽ മുതൽ റബ്ബർ വരെ നിരവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവ കാരണം ഇരു രാജ്യങ്ങളും വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം വരെയുണ്ടായി. വ്യാപാര രംഗത്ത് ഇന്ത്യക്ക് അനുവദിച്ച പ്രത്യേക പരിഗണന അമേരിക്ക ഏകപക്ഷീയമായി പിൻവലിച്ചു. അമേരിക്കയിൽ പരമാവധി സ്വദേശീയവൽക്കരണം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ നയങ്ങൾ ഇന്ത്യയിലെ ചെറുതും വലുതുമായ IT കമ്പനികളെയും തൊഴിലാളികളെയും ഒരുപോലെ ശ്വാസം മുട്ടിക്കുന്നതായി. ഉയർന്ന വിദ്യാഭ്യാസവും നൈപുണ്യങ്ങളും ഉള്ളവർക്ക് അനുവദിച്ചിരുന്ന H-1B വിസകളുടെ എണ്ണം കുറച്ചുവെന്ന് മാത്രമല്ല, ഇതേ വിസക്കാരുടെ ജീവിത പങ്കാളിക്ക് വർക്ക് പെർമിറ്റ് നിഷേധിക്കുക കൂടി ചെയ്തതോടെ നിരവധി ഇന്ത്യക്കാരാണ് പ്രതിസന്ധിയിലായത്. ഓരോ രാജ്യത്തിനും ഗ്രീൻ കാർഡ് ക്വാട്ട നിശ്ചയിച്ചതും ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായി. പിന്നെയാണ് ബൈഡൻ അധികാരമേൽക്കുന്നത്. ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുലർത്തിയ വ്യക്തി കേന്ദ്രീകൃത നിലപാടിന് പുറത്ത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിന്റെ തുടർച്ചയ്ക്കാണ് ബൈഡൻ പ്രാധാന്യം നൽകിയത്. സാങ്കേതിക, സാമ്പത്തിക, സൈനിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം കൂടുതൽ വിപുലമായി. ക്വാഡ് കൂട്ടായ്മയ്ക്ക് അടക്കം മികച്ച പിന്തുണയാണ് ബൈഡനിൽ നിന്നുണ്ടായത്. പിന്നെയാണ് അമേരിക്കയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നത്. പ്രചാരണത്തിനിടെ ഇന്ത്യയെ ട്രംപ് ഒന്ന് ചെറുതായി തോണ്ടിയിരുന്നു. നികുതിയുടെ പേരിലായിരുന്നു അത്. ഇന്ത്യ ചുമത്തുന്നത് അധിക നികുതിയാണെന്നും അധികാരമേറ്റാൽ അതേ നാണയത്തിൽ തിരിച്ച് ടാക്സ് ചുമത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഇതാ വീണ്ടും ഒരു തവണ കൂടി ട്രംപ് അധികാരമേറ്റിരിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ചൈനീസ് പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച ട്രംപ് പക്ഷേ മോദിയെ നേരിട്ട് വിളിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിൽ മോദിക്ക് പകരം പങ്കെടുത്തതാകട്ടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറും. എന്തുകൊണ്ടാണ് മോദി പങ്കെടുക്കാത്തതെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. ഇരു രാജ്യങ്ങൾക്കും ഗുണമുണ്ടാകും വിധം ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന ട്വീറ്റാണ് മോദിയിൽ നിന്ന് ട്രംപ് അധികാരമേറ്റ സമയമുണ്ടായത്. അതേസമയം അധികാരമേറ്റ ആദ്യ ദിവസം ട്രംപ് നടപ്പാക്കിയ ഉത്തരവിലൊന്ന് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നതായിരുന്നു. മെക്സിക്കോയും എൽ സാൽവദോറും കഴിഞ്ഞാൽ ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിൽ നിന്നാണെന്നാണ് അമേരിക്കയുടെ കണക്കുകൾ. 18,000 പേരുടെ പട്ടികയും ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞു. യഥാർത്ഥ കണക്ക് അതിലേറെ വരും. ട്രംപിനെ പിണക്കാതിരിക്കാൻ അവരെ തിരികെ എത്തിക്കാൻ പദ്ധതിയിടുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഇതിനിടെ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് ബ്ലോക്കിലെ രാജ്യങ്ങൾ US ഡോളറിന് പകരം മറ്റേതെങ്കിലും കറൻസി ആശ്രയിക്കാൻ നടപടി സ്വീകരിച്ചാൽ അവർക്കെതിരെ 100% താരിഫ് ചുമത്തുമെന്നും ട്രംപ് ആവർത്തിക്കുന്നു. നേരത്തെ ഇന്ത്യ ഒരിക്കലും ഡോളറിനെതിരായ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നും ബ്രിക്സ് കറൻസി വേണമെന്ന് നിർദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് ഇന്ത്യ ഇതിന് പ്രതികരണമായി നൽകിയത്. പുതിയ ട്രംപിനൊത്ത് മോദി ഫ്രണ്ട്ഷിപ്പിന്റെ നയം മാറ്റുമോ? കണ്ടറിയാം.